നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ അടച്ചുപൂട്ടുന്നു. വ്യോമപാതകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് ഇനി കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളതാണ് വലിയൊരു ഭീതിയായി മുന്നിൽ നിൽക്കുന്നത്. ഇറാൻ ആക്രമണം കടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്ക ഖഷം ദ്വീപിൽ ആക്രമണം നടത്തിയതോടെ IRGC ഇത് വല്ലാതെ ചൊടിപ്പിച്ചു. തുടർന്നാണ് അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇറാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇനിയുള്ള യുദ്ധത്തിന്റെ ഒരു ഗതി പരിശോധിച്ചാൽ രണ്ടു കൂട്ടരും കട്ടക്ക് നിൽക്കും എന്നുള്ളതാണ്. കാരണം വെടിനിർത്തലിൽ കുറച്ചധികം ദിവസങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടിയത് ആയുധപ്പുര നിറയ്ക്കുന്നതിന് വേണ്ടി ഇറാൻ വിനിയോഗിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറാന് കുറച്ചധികം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ആയുധവും സാമ്പത്തികപരവുമായിട്ടാണ് സഹായം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് അടിക്കാൻ ഇറാൻ ഇപ്പോൾ കെൽപ്പുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടങ്ങിവെച്ച ഇറാൻ ഞങ്ങൾ അമേരിക്കയെ മുട്ടുകുത്തിക്കും എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ അതിരൂക്ഷമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇവിടെ ഇറാൻ അവരുടെ ശക്തി മുഴുവൻ പുറത്തെടുക്കും എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഇപ്പോൾ അവരുടെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഡ്രോണുകളുടെ വലിയൊരു കലവറ തന്നെ ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിമാരകമായിട്ടുള്ള മിസൈലുകൾ ഇപ്പോഴും അധികം പുറത്തെടുക്കേണ്ടി വന്നിട്ടില്ല. വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിമാരകമായ ആക്രമണങ്ങൾ ശത്രുക്കൾക്ക് നേരെ നടത്താൻ ഇറാന് കഴിയുന്നുണ്ട്. ഇവരുടെ ഈ സംവിധാനങ്ങൾ അടിച്ചു തകർക്കാനാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഖഷം ദ്വീപിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ അവർ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ്. ഇതോടുകൂടി എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമ്പത്തിക തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ നിരവധി സ്ഥലങ്ങളിലായിട്ടാണ് എണ്ണ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകണം, കച്ചവടത്തിനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി തുറമുഖങ്ങളിൽ, കപ്പലുകളിൽ, കണ്ടെയ്നറുകളിലൊക്കെ നിറച്ചിരിക്കുകയാണ് ഈ പറയുന്ന എണ്ണ. എന്നാൽ ഈ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുമോ എന്നുള്ള ഒരു ആശങ്ക ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ പ്രധാന യാത്രാ ടെർമിനലായ T1 വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുകയും സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ അവരുടെ സാധാരണ നിലയിലേക്ക് പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം മുന്നറിയിപ്പ് കൊടുക്കാൻ പോലുമുള്ള ഒരു സമയം അറബ് രാജ്യങ്ങൾക്ക്, കുവൈറ്റിന് കിട്ടിയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വിമാനത്താവളത്തിൽ നടന്ന ആക്രമണം അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. അതായത് മിസൈലും ഡ്രോണും ഈ താവളത്തിൽ പതിച്ചിട്ടുണ്ട്. സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് തകർക്കാറാണ് പതിവ്. ഹോർമുസ് കപ്പൽപാത അടച്ചിട്ടതിന്റെ എല്ലാ ദുരിതവും ലോകരാജ്യങ്ങൾ അനുഭവിച്ചതാണ്. ഇനി അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ ലോകരാജ്യങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധത്തിലേക്ക് പരിണമിക്കരുത് എന്നും എത്രയും പെട്ടെന്ന് സമാധാന ചർച്ചകൾ ആവശ്യമാണെന്നും ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി സൗദി ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആക്രമണം നിർത്തിവെക്കണം, ഒരു തരത്തിലും ഇറാനെ കയറി അടിക്കരുത്, അവരെ പ്രകോപിപ്പിക്കരുത് എന്ന് ഇപ്പോൾ സൗദി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു യുദ്ധം അത് ഒരു വലിയ ഘോര യുദ്ധത്തിലേക്ക് എത്താനാണ് സാധ്യത. കാരണം ഇറാന് തന്ത്രപ്രധാന മേഖലയാണ് ഖഷം ദ്വീപ്. അവിടെയാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക കുറച്ചധികം കാലമായി ഖഷം ദ്വീപ് ലക്ഷ്യമിടുന്നുണ്ട്. അത് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കൻ സൈന്യം ഇവിടേക്ക് ബോംബ് ആക്രമണമാണ് നടത്തിയത്. ഇതിന് തിരിച്ചടി എന്നോണമാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ മിസൈൽ തീതുപ്പിയത്. അമേരിക്ക ഇനി ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നതും ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ഇടയ്ക്ക് കിട്ടിയ സമയം അത് അവരുടെ
ആയുധ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ തകർക്കപ്പെട്ട ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുമൊക്കെയാണ്. അവിടങ്ങളിലൊക്കെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഇവിടെ വീണ്ടും ആക്രമിക്കാനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വൈറ്റ് ഹൗസിൽ ചില നിർണായക ചർച്ചകൾ നടന്നിരുന്നു. ഇതുകൂടാതെ പെന്റഗൺ ആസ്ഥാനത്ത് നേരിട്ടെത്തി ചില ചർച്ചകൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. അപ്പോൾ തന്നെ ഒരു അപകടം മണത്തിരുന്നു. കാരണം ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ചില വാക്പോരിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. ഇസ്രയേലിന്റെ ഒരേ ഒരു ആവശ്യം അത് ഇറാനെ അടിച്ചു തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ കയറി അടിച്ച് എല്ലാം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, സമയമെടുത്തേ ഇറാനെ ആണവ കരാറിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ അത് കേൾക്കാതെ സ്വയം ഒരു ആക്രമണം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇസ്രയേൽ. എന്നാൽ അതിനു മുൻപ് ഇപ്പോൾ കയറി അടിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. ഖേഷൻ ദ്വീപിൽ നടന്ന ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ആക്രമണം നടന്ന സ്ഥലത്ത്, അതായത് ഈ ബോംബ് വീണ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തീയും പുകയും ഉയരുന്നതിന്റെ ചില ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. കാതടപ്പിക്കുന്ന വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ മേഖല പൂർണ്ണമായും ഇപ്പോൾ യുദ്ധഭീതിയിലാണ്. ഇതുകൂടാതെ ഖേഷം ദ്വീപിലേക്ക് IRGC സംഘത്തെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. കുവൈറ്റിലേക്ക് വീണ്ടും ആക്രമണ സാധ്യതകളുണ്ട്. ഇതുകൊണ്ട് തന്നെ കുവൈറ്റ് സായുധ സേനയും ബന്ധപ്പെട്ട സുരക്ഷാ വിഭാഗങ്ങളും സാഹചര്യം അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണെന്നും രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സേന പൂർണ്ണ സജ്ജമാണെന്നും സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഇറാൻ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ്. ഇതിൽ ഡ്രോണുകളാണ് ഏറ്റവും കൂടുതലായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഈ ഡ്രോണുകളെ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് റഡാറുകളെ വെട്ടിച്ചുള്ളിൽ കടന്ന് ആക്രമണം നടത്താൻ, അതായത് ഭൂമിയിലേക്ക് ആക്രമണം നടത്താൻ കഴിയും. ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിനുള്ള കൃത്യമായ മറുപടിയാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ പ്രതികാരമാണ് ലക്ഷ്യമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഒരടി ഞങ്ങൾക്ക് തന്നാൽ തിരിച്ച് 10 അടി, ആ ഒരു കണക്കിനായിരിക്കും ഞങ്ങൾ തരുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ സജ്ജമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂപടത്തിൽ പോലും ഇറാൻ ഉണ്ടാകില്ല എന്നും എന്നെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കരുത് എന്നും ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജൂൺ 1 മാത്രം ഭാഗികമായി വീണ്ടും തുറന്ന T1 ടെർമിനലിലാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുവൈറ്റ് ഭരണകൂടം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നു. വിമാനത്താവളം ആക്രമിക്കപ്പെട്ടതാണ് അവർ ഭയത്തോടെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ഇനി ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് കുവൈറ്റ് ആശങ്കപ്പെടുന്നത്. മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഇതേ ഭയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ സുരക്ഷിതമായി അവരുടെ അതിർത്തികൾ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ തന്നെ വ്യോമപാതകൾ അടച്ചിടുകയാണെങ്കിൽ വിമാന സർവീസുകൾക്കുൾപ്പെടെ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് വ്യക്തമാകുകയാണ്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കുവൈറ്റിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കുവൈറ്റ് ഭരണകൂടത്തോട് ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് അറബ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്കൊക്കെ അവർ സുരക്ഷിതരായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തിരിക്കുകയാണ്.